പറ്റിയ ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് ഇത്. ഏത്? ഗോവ. അതാണ്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? തുടക്കത്തിലെ ഒരു പൊട്ടിച്ചിരി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടതാ. അടിക്കോ അടി. ഇപ്പൊ ഒരു പൊട്ടിച്ചിരിയിട്ടില്ലേ, അതിട്ട് മൂടാൻ ഒരു കുഴി ഉണ്ടാക്കുമായിരുന്നു. ഇനി വന്ന ഒരു കാര്യം പറയട്ടെ. എന്താവാ? ഇവിടെ മൊത്തം കുടിൽ വ്യവസായമാണെന്ന് തോന്നുന്നു. അതെന്നാ? ഞാൻ ആ പാറപ്പുറത്ത് നിന്ന് കയറി നോക്കിയപ്പോ മൊത്തം മെഴുകുതിരി ഉണക്കാനിട്ടേക്കുന്നെന്ന്. അയ്യോ, അത് മെഴുകുതിരി ഉണക്കാനിട്ടേക്കുന്നല്ല, പിന്നെ സായിപ്പുമാര് വെയില് കൊള്ളാൻ വേണ്ടി കവന്ന് കിടക്കുന്നതാ. അങ്ങനെ ഞാനൊന്ന് കിടക്കട്ടെ. അയ്യോ, എന്തിനാ കിടക്കുന്നേ? ചിലപ്പോ ഒന്ന് വെളുത്താലോ. അതെ, ഇവിടെ കിടക്കാൻ നിക്കണ്ട. അതെന്താ? വല്ല കിടക്കാക്കെ വന്ന് ഉണക്കമീനാന്ന് പറഞ്ഞ് കൊത്തിയെടുത്തോണ്ട് പോകും. ഒരു നേരത്തെ ആഹാരം ആകട്ടെ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു നൈറ്റ് വൈബിന് അങ്ങ് പോയാലോ? ഞാനങ്ങും വരുന്നില്ല. കണ്ടു എന്നെ കയറി പിടിക്കുമെന്ന്. പിന്നെ പച്ചമാങ്ങ തിന്നാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ ആരേലും ഒതളങ്ങ ഉപ്പിലിട്ട് തിന്നോ? ഞാൻ ഇന്ന് കുളിച്ചേച്ചും വെച്ച് വരാം. ഏത് ഈ തോർത്ത് കൊടുത്തോണ്ടോ? എടീ, ഈ തോർത്തിന്റെ മഹത്വം നിനക്ക് അറിയാൻ കഴിഞ്ഞിട്ടാ. എന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കുളിക്കാൻ പോകുമ്പോ ഉപയോഗിക്കുന്ന തോർത്തായത്. ഞങ്ങളിത് ഇങ്ങനത്തെ പരിപാടിക്ക് വരുമ്പോഴേ ഉടുക്കത്തുള്ളൂ. ഈ തോർത്ത് കൊടുത്തോണ്ട് കുളിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇവിടെ പ്രായപൂർത്തിയായ പെൺപിള്ളേർ ഇവിടെ നിപ്പുണ്ട്. അതാരാ? ഞാന്. തുപ്പിയത് പിന്നെ എന്റെ വായ ഈച്ച പോയാ പിന്നെ ഞാൻ വിഴുങ്ങണോ? അത് നമ്മുടെ നാട്ടിലൊക്കെ കുളിസിയും കാണുന്നവര് നമ്മൾ എന്തോ ചെയ്യോടി? ആ ചൂലും കെട്ടിന് അടിച്ച് ഓടിക്കും. അടിക്കും. എന്താ നീ കണ്ട് അങ്ങോട്ടൊന്ന് നോക്കിക്കേ. കുളിസിയും കാണുന്നവര് കാശും കൊടുത്തിരുത്തേക്കുന്ന കണ്ടോ? അയ്യോ, അതല്ല മനുഷ്യനെ, അത് ലൈഫ് ഗാർഡാണ്. എന്ന് വെച്ചാ നമ്മൾ ആരെങ്കിലും തുറയാൻ വേണ്ടി വെള്ളത്തിലോട്ട് വീഴുവാണെങ്കിൽ അവര് നമ്മളെ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്ന് കയറ്റും. ആണോ? ഞാൻ മുങ്ങിപ്പോയാലും അവര് പിടിച്ചല്ലേ കയറ്റുമായിരിക്കും, ഇല്ലയോ? അതെങ്ങനെ ശരിയാവും? പാത്തടി വെള്ളത്തിട്ട് അത് പൊങ്ങി തന്നെയല്ലേ കിടക്കണ്ടേ? അയ്യോ, ഞാൻ ഈ കല്ലുമ്മക്ക കാണുമ്പോ ഉണ്ടല്ലോ എന്റെ കെട്ടിയവനെ ഓർമ്മ വരുന്നേ. എന്താ? അതെവിടെ കൊണ്ടുവച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളു. പിന്നെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് എന്നെ ഭയങ്കര സംശയോ? എന്റെ ദൈവമേ, ഞാനൊരു ദിവസം കക്ക വാരാൻ വേണ്ടി കായലിലിറങ്ങി. ഇറങ്ങിയപ്പോ എന്റെ പുറത്തൊരു ഞണ്ട് കയറിയിരുന്നു. എന്നെ ഈ ഞണ്ടിനെ കുറിച്ച് നാട്ടിൽ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? അയ്യോ, നിനക്ക് നേരെ നടക്കുന്നവരെ ഇഷ്ടമല്ല, ഇങ്ങനെ ചരിഞ്ഞ് നടക്കുന്നവരെ ഇഷ്ടമെന്ന്. എന്താ പറയുക? ഇത് കേൾക്കുന്നവര് വിചാരിക്കട്ടെ നമ്മളും സായിപ്പന്മാരാണെന്ന്. നിങ്ങളിത് എന്താന്നാ പറയുന്നേ? ഞങ്ങൾ ഇംഗ്ലീഷ് പറയുക. ഞാൻ വിചാരിച്ച് രണ്ടുപേർക്കും ഒരുപോലെ ചന്നി വന്നാണെന്ന്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്താവാ? നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഈ സായിപ്പുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഭയങ്കര സ്പ്രേയുടെ മണവാടി. ആണോ? അതുപോലെ നമ്മൾ 3 പേര് നിന്ന് ഇറങ്ങിയപ്പം കൊട്ടൻ ചുക്കാലിയുടെ മണവാ. ഏകവചനം പറഞ്ഞാ മതി, ബഹുവചനം പറയണ്ട. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് കാലു കുത്തിയോ അന്നാണ് ഇവിടെ കൊട്ടൻ ചുക്കാത്തിയുടെ മണം വന്നത്, അല്ലേ? അത് കറക്റ്റാണ്. അതെ, അപ്പൊ ഞാൻ വന്നതാണ് കുഴപ്പം. അതെ, ഞാനങ്ങ് പോയേക്കാം. അതെ, എന്തുവാ അങ്ങനെ പോകാൻ പറഞ്ഞു? ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തുവാ ഇങ്ങോട്ട് വന്നേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആദ്യം നിങ്ങളുടെ നടപ്പ് ശരിയാക്കണം. അതെന്താ? അല്ലെങ്കിൽ കാണുന്നവര് പറയും നിങ്ങൾ ഭൂമിക്ക് കാറ്റടിച്ച് നടക്കുവാണ്. അല്ലെ തന്നെ കാറ്റ് പോയിരിക്കോ, പിന്നെ കാറ്റടിച്ച് നടക്കുന്നു. എന്റെ ഒരു ആഗ്രഹമുണ്ട്, എന്തായാലും ഗോവ വന്നല്ലയോ, എനിക്ക് മുടി ഒന്ന് പുകയ്ക്കണം. എന്തായാലും ഉടനെ തന്നെ കത്തിച്ച് കളയാനുള്ളതല്ലേ മൊത്തം, പിന്നെ മുടിയായിട്ട് ഇങ്ങനെ പുകയ്ക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്ക് ദാണ്ട് ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ? വീട്ടിൽ വെച്ച് മറന്നുപോയെന്ന്. മെസ്സേജ് വന്നത് വീട്ടിൽ നിന്ന് വാട്സപ്പില്. അയ്യോ, എന്തോ പിള്ളേരുടെ മെസ്സേജാ കേട്ടോ. അപ്പച്ചനും അമ്മച്ചും ഇത് എവിടെ പോയേക്കുവാ, ഞങ്ങൾ വേണ്ട വാതിക്കെ വന്ന് നിൽക്കുന്നെന്ന്. അയ്യോ, അതുങ്ങൾ അറിഞ്ഞു കാണത്തില്ലേ നമ്മൾ ഗോവ വന്നത്. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവിടെ ഗോവയിൽ നിന്നോണ്ട് ഒരു റീൽസ് ചെയ്തിട്ട് കൊടുത്താലോ? സർപ്രൈസ് കൊടുക്കാം. അതാ നല്ലത്. ഓംനേഷേ, ഇനി വന്നേ. എന്താ? പിന്നെ ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിലൊരു റീൽസ് ചെയ്ത് ഇടാൻ പോവാ. അപ്പൊ അതൊന്ന് വീഡിയോ എടുത്ത് തരണം. തരാമല്ലോ. ഇത് വെച്ചിട്ട് എടുക്കണം. എടുക്കാനൊക്കെ അറിയാവോ? ഇതൊക്കെ അറിഞ്ഞോണ്ടാണ് ആരെങ്കിലും എടുക്കുന്നത്. എന്തുവാ? ഓച്ചരക്കാള കടന്ന് ചാടുന്നു പറഞ്ഞു. ഓച്ചരക്കാള്
നോക്കി ഇത് അങ്ങനെ ഉണ്ട് നോക്കി. അയ്യോ ശരിയാണ്, നിന്റെ അഭിനയം ശരിയായില്ല കേട്ടോ. ഇല്ലേ? അഭിനയം ശരിയായില്ല. ഓംനേഴ്സ് ഒന്ന് കാണിച്ചു കൊടുത്തേ. മൊബൈൽ കാണിച്ചു കൊടുക്കും. നീ കണ്ടടി കണ്ടടി, പെണ്ണുങ്ങളെ കളിക്കുന്നവർ കണ്ടുപടി. റെഡിയാണോ? ആ റെഡി. ആയിട്ടോ? ഏയ് മച്ചാനെ വാ എൻ മച്ചാനെ വാ മറ്റാരും കാണാതച്ചാരം താ നോക്കിയേ നോക്കിയേ. ആ ഇത് അടിപൊളിയാ കേട്ടോ. അയച്ചോട് അയച്ചോട് അങ്ങോട്ട്. ആണോ? കഴിച്ചേക്കട്ടെ. ആ ശരി. ആ രണ്ട് ശരിയും മീനടി. അയ്യോ ആ ഇത് എന്റെ ഇല്ലല്ലോ. അയ്യോ ഞാനല്ലോ നാണക്കാടായല്ലോ. എന്നെ മനുഷ്യനെ പിള്ളേർ കണ്ടു എന്തോ സമാധാനം പറയും. എനിക്കറിയോ. കുഴപ്പമില്ലെന്ന്. ആ. ഗോവ വന്നപ്പോ ഒരു മാതാമ്മയുടെ കൂടെ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാ മതി. ആ